ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 2 ബ്ലഡ് കമ്പോണൻസ് എന്നുള്ള ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സയൻസിൽ ലൈക്ക് ഏതൊരു ബ്രാഞ്ച് ആവട്ടെ, എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ഓരോ കമ്പോണൻസിനെ പറ്റി പഠിക്കുന്നതിനും ഓരോ ബ്രാഞ്ച് ഉണ്ട്. സോ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ഡിസീസസിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. സോ ഈ ഹെമറ്റോളജി നമ്മളിപ്പം ഏതോ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും ആ ബ്രാഞ്ചിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം എന്ന് പറയുന്നത് ലൈക്ക് ഹെമറ്റോളജിയുടെ കേസിൽ ബ്ലഡും ബ്ലഡ് റിലേറ്റഡ് കമ്പോണൻസും ആണ്. സോ നമുക്കറിയാം ഈ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, സോ ഈ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂല് കുറെ കമ്പോണൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ഹ്യൂമൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ സിസ്റ്റത്തിൽ കുറെ കമ്പോണൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും അതിലെ കമ്പോണൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബ്ലഡ് പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും. സോ ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിലെ ആ ബ്ലഡിലെ 55% എന്ന് പറയുന്നത് ബ്ലഡ് പ്ലാസ്മയും റിമൈനിങ് 45% എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സും ആണ്. അപ്പോൾ ആ ഫോംഡ് എലമെന്റ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഫോംഡ് എലമെന്റ്സിലേക്ക് വരുന്നത്. പ്ലാസ്മ എന്നുള്ള ഒരു കമ്പോണന്റിനെ മാത്രം നമ്മളൊരു 100% എടുക്കുകയാണെന്ന് വെക്കുക. ആ 100% എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 92% വാട്ടറാണ്. റിമൈനിങ് 8% മാത്രമാണ്, അതായത് റിമൈനിങ് പ്രോട്ടീൻസ് അതിലുണ്ടാവാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്മയ്ക്കുള്ളിലെ മെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒന്ന് ആൽബുമിൻ, സെക്കൻഡ് വൺ ഗ്ലോബുലിൻ ആൻഡ് തേർഡ് വൺ ഈസ് ഫൈബ്രിനോജൻ. ഇതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ബാലൻസ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ലൈക്ക് ഒത്തിരി ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ലൈക്ക് സോഡിയം, പൊട്ടാസ്യം. സോ ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് എന്തെങ്കിലും ഡിഫറൻസ് വരാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതൊരു ഡിസീസ്ഡ് കണ്ടീഷനിലേക്ക് പോകും. സോ ആ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെയിൻ പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബുലിൻ എന്ന് പറയുന്നതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ്. സോ സെക്കൻഡ് വൺ ഈസ് ഗ്ലോബുലിന്റെ മെയിൻ ഫംഗ്ഷൻ ഡിഫൻസ് മെക്കാനിസം. ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, വൈറൽ അറ്റാക്ക്, എന്തോ ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ കണ്ടീഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം സ്വന്തമായിട്ട് റെസ്പോണ്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് ലൈക്ക് ഫൈബ്രിനോജൻ. സോ ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് അനദർ പ്രോട്ടീൻ ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കട്ടുണ്ടായെന്ന് വെക്കുക, നമ്മുടെ ഹാൻഡിലോ എവിടെയാണെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അഫ്കോഴ്സ് അവിടെ നിന്ന് ബ്ലഡ് ഊസ് ഔട്ട് ആവും. സോ ആ ബ്ലഡ് ഊസ് ഔട്ട് ആവുന്നത് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് ക്ലോട്ട് ആവണം. ക്ലോട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മുടെ ഫുൾ ബ്ലഡ് ഊസ് ഔട്ട് ആയിട്ട് ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ക്ലോട്ട് ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഫൈബ്രിനോജൻ ബൈ പ്രൊഡക്ഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലൈക്ക് എബൌട്ട് 1 to 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സോളം നമ്മുടെ ബ്ലഡിനുള്ളിലുണ്ട്. അതിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബ്രിനോജൻ ആണ്. സോ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമ്മുടെ സിലബസിൽ അത് ആവശ്യമില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ബ്ലഡിൽ തന്നെ ഉള്ള 2 കമ്പോണൻസ് ആണ് പ്ലാസ്മയും സെറും. ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 1 ml ബ്ലഡ് ഡ്രോ ചെയ്തെന്ന് വിചാരിക്കാം. എന്നിട്ടത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സെറ്റിൽ ആവാൻ വെക്കുകയാണ്. സെറ്റിൽ ആവാൻ വെക്കുമ്പോഴത്തേക്കും അങ്ങനെ സെറ്റിലായി, അതായത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഏതൊരു ഡിവൈസിന്റെ ഹെൽപ്പും ഇല്ലാണ്ട് സെറ്റിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് സെറം എന്ന് പറയുന്നത്. പക്ഷെ പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ റൊട്ടേഷനിൽ ബ്ലഡിനെ റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അത്
അതായത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിലെ ലൈക്ക് എന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് അതർ ന്യൂട്രിയൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ലൈക്ക് പ്ലാസ്മ 55% ഓഫ് പ്ലാസ്മയും ആ 55% എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ബ്ലഡ് ആസ് എ ടോട്ടൽ എടുക്കുമ്പോഴാണ്. സോ ഇനി പ്ലാസ്മേനെ 100% ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൽ 92% വാട്ടർ, ബാക്കി 8% ആണ് ഈ പറയുന്നത്, അതായത് ഗ്ലൂക്കോസ് ആവട്ടെ, ഹോർമോൺസ് ആവട്ടെ, പ്രോട്ടീൻസ് ആവട്ടെ, മിനറൽ സോൾട്ട് ആവട്ടെ, വൈറ്റമിൻസ് ആവട്ടെ, ഫാറ്റ് ആവട്ടെ, ഇത്രയും കമ്പോണൻസ് കവർ ചെയ്യുന്നത് ആ ഒരു 8% ആണ്. ബാക്കി 45% ആണ് ഫോംഡ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ഫോംഡ് എലമെന്റ്സ് എന്നാണ്. സോ ഇത് ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സ് ആണ്. ഫോംഡ് എലമെന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഇത് മൂന്നാണ് RBC, അതായത് ഫോംഡ് എലമെന്റ്സിലെ മെയിൻ കമ്പോണൻസ്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് RBC സെൽസിനെ നമുക്ക് എറിത്രോസൈറ്റ്സ് എന്നും വിളിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺകേവ് സ്ട്രക്ചർ ആണ്, അതായത് ഒരു ബൈകോൺകേവ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. സോ നമ്മുടെ ബ്ലഡ് സ്ട്രീമില് ഈ ഫോംഡ് എലമെന്റ്സിൽ ഏറ്റവും കൂടുതലുള്ള സെൽസ്, അതായത് അബൻഡന്റ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് എന്താണ്, RBC ആണ്. ഈ RBCക്ക് ഒരു റൗണ്ട് സ്ട്രക്ചർ ആണുള്ളത്. അതായത് കോൺകേവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ പോർഷനിലേക്ക് ലൈക്ക് ഒരു ചെറിയ ബൾജിങ് ഉണ്ട്. ആ ബൾജിങ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മിഡിൽ പോർഷനിൽ ആ ഒരു ബൾജിങ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഡയമീറ്റർ, അതായത് നമ്മുടെ RBCയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 to 8.5 മൈക്രോമീറ്റർ ആണ്. നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ലൈക്ക് സ്മോളസ്റ്റ് സെല്ലിൽ, അതായത് സ്പേം സെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് RBC ആണ്. പിന്നെ RBCയുടെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ന്യൂക്ലിയസ് ഇല്ല, ഒരു നോൺ ന്യൂക്ലിയേറ്റഡ് എലമെന്റ് ആണ് RBC എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെന്താണ്, സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഒന്നുമില്ല. നമ്മുടെ ബാക്കിയുള്ള എല്ലാ സെൽസിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺഡ്രിയ, ഗോൾഗി അപ്പാരറ്റസ്, ഈ എല്ലാ ഓർഗനൽസും ഉണ്ട്. പക്ഷേ നമ്മുടെ RBCക്ക് ഈ ഓർഗനൽസ് ഒന്നുമില്ല ആൻഡ് ന്യൂക്ലിയസും ഇല്ല. ദെൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് നമ്മുടെ RBC എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, റെഡ് ബ്ലഡ് സെൽ. ആ റെഡ് കളർ എന്തുകൊണ്ടാവുന്നത്, ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീന്റെ പ്രസൻസ് കൊണ്ടാണ് RBCക്ക് റെഡ് കളർ ഉള്ളത്. ആൻഡ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. RBCയുടെ മെയിൻ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. ആൻഡ് ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ലൈക്ക് ഓരോ സെക്കൻഡിലും 2 മില്യൺസ് ഓഫ് ബ്ലഡ് സെൽസ് ഡെഡ് ആവുന്നുണ്ട്. അതായത് 2 മില്യൺസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഡെഡ് ആവുന്നുണ്ട്. സോ ഒരു റെഡ് ബ്ലഡ് സെൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ആൻഡ് നമ്മുടെ RBCയുടെ ഗ്രേവ്യാർഡ് അല്ലെങ്കിൽ ഈ RBC സെൽസ് 120 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് റീപ്ലേസ് ആവും. ആ റീപ്ലേസ്മെന്റ് എല്ലാം നടക്കുന്നത് സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗനിലാണ്. അതുകൊണ്ട് തന്നെ സ്പ്ലീനിനെ നമ്മൾ എന്താണ്, ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് വിളിക്കും. പിന്നെ നോർമൽ RBC റേഞ്ച് മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറെന്റ് ആണ്. മെയിൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 4.5 to 6.2 മില്യൺ സെൽസ് പെർ മൈക്രോലിറ്റർ സെൽസ് ആണുള്ളത് പെർ മൈക്രോലിറ്ററിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 4 to 5 മില്യൺ സെൽസ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് WBC. അപ്പൊ പറഞ്ഞു ഫോംഡ് എലമെന്റിൽ 3 കമ്പണൻസ് ആണ്, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അതിൽ RBC നമ്മളിപ്പോൾ കവർ ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് WBCനെ നമുക്ക് ലൂക്കോസൈറ്റ്സ് എന്നും വിളിക്കാം. സോ നമ്മൾ പറഞ്ഞു RBCയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ലൈക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. പക്ഷേ WBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ അറ്റാക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ
നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെയിൻ ഫങ്ഷൻ ഇമ്മ്യൂണിറ്റി ആണ്. സോ നമ്മുടെ ഈ നമ്മുടെ ഈ ടോട്ടൽ ബ്ലഡ് സെൽ കൗണ്ടിൽ അബൌട്ട് 1% ഓഫ് ബ്ലഡും എന്താണ് WBC ആണ്. പിന്നെ നമ്മൾ RBC ആയിട്ട് കമ്പയർ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു RBC എന്ന് പറയുന്നത് ഒരു ബൈകോൺകേവ് ഷേപ്പ് ഉണ്ട്. പക്ഷെ ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ WBCയുടെ കേസിൽ ഒരു ഇറഗുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ എന്താണ് കളർലെസ് ആണ്. അവർക്ക് ഒരു ന്യൂക്ലിയസും ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് RBC എന്താണ്, RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, ഓർഗനൽസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇൻ കേസ് ഓഫ് WBC അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ബാക്കിയുള്ള ഓർഗനൽസ് എല്ലാം ഉണ്ട്. നോർമൽ റേഞ്ച് ഓഫ് WBC എന്ന് പറയുന്നത് 4500 to 11,000 ആണ് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡിൽ. ദെൻ ഈ WBC, അതായത് WBC നമുക്ക് ലൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കാം. ഈ WBCനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിനെ എഗെയിൻ മൂന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. ആൻഡ് അഗ്രാനുലോസൈറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. സോ ഈ ഗ്രാനുലോസൈറ്റ് ആൻഡ് അഗ്രാനുലോസൈറ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ളത് നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാം. അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാർ ഫോമിലാണ്. അതിനെ നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്നും അഗ്രാനുൾസ് ആയിട്ട് കാണുന്നവരെ അഗ്രാനുലോസൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, സോ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, സൈറ്റോപ്ലാസത്തിലെ ഇൻ ദ ഫോം ഓഫ് ഗ്രാനുൾസ് ആണ് കാണുന്നത്. ആൻഡ് അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവര് ഗ്രാനുൾസിന്റെ വിത്തൗട്ട്, അതായത് ഗ്രാനുൾസ് ഇല്ലാത്ത ഫോമിലാണ്. പിന്നെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രാനുലോസൈറ്റ്സ്, അതായത് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. ഈ പിക്ചർ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ. അതായത് ഇപ്പൊ ന്യൂട്രോഫിൽസ് ആണെങ്കിലും ഇസ്നോഫിൽസ് ആണെങ്കിലും ബേസോഫിൽസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ന്യൂക്ലിയസ് ശ്രദ്ധിച്ചേ, ലൈക്ക് ലോബുലാർ ഫോമിലാണ് ഉള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് അഗ്രാനുലോസൈറ്റ്സ് നിങ്ങൾക്ക് അങ്ങനെ എന്താണ് ലോബുലാർ ഫോം കാണാൻ പറ്റുന്നില്ല, റൗണ്ട് ഫോമിൽ തന്നെയാണ് എന്തുള്ളത്, ന്യൂക്ലിയസ് ഉള്ളത്. മനസ്സിലായോ? അത് ഫിഗറിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 4 ലോബ്സ്. 4 ലോബ്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ് കേട്ടോ. ലൈക്ക് ഇപ്പോൾ ന്യൂട്രോഫിൽ അല്ലെങ്കിൽ ബേസോഫിൽ, ഇസ്നോഫിൽ, അതായത് 2 to 5 ലോബ്സ് വരെ ഉണ്ടാവാം, ഡിപ്പെൻസ് ഓൺ സെൽ. പിന്നെ നമ്മൾ ഇതിനെ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്നും വിളിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, അവർക്ക് ഡിഫറെന്റ് ഷേപ്സ് ആണ്. കാരണം എന്താണ്, നമ്മുടെ WBCയിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷനിലുള്ള ഡിഫറെന്റ് സെൽസ് ആണ്. സോ നമ്മൾ അവരെ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്നും വിളിക്കും. ദെൻ 65%, അതായത് WBCയുടെ 65%ഉം ഗ്രാനുലോസൈറ്റ്സ് ആണ്. റിമൈനിങ് 35% ആണ് അഗ്രാനുലോസൈറ്റ്സ് വരുന്നത്. അവരെ നമ്മൾ മോണോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കും. അവർക്ക് സിംഗിൾ ന്യൂക്ലിയസ് മാത്രമാണുള്ളത്. ഇത് ഇത്രയും കാര്യം നമുക്ക് ആ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാനുലോസൈറ്റ്സ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽസ്. അതിന്റെ മെയിൻ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ WBCയിലെ ഗ്രാനുലോസൈറ്റ്സ് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് 60 to 70% ന്യൂട്രോഫിൽസ് ആണ്. നോർമലി അവരുടെ സൈസ് എന്ന് പറയുന്നത് 10 to 12 മൈക്രോമീറ്റേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കോ. ആ ന്യൂക്ലിയസിനകത്ത് 2 to 5 ലോബ്സ്, അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ. കാരണം അത് ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 3 ഉണ്ടാവാം, 4 ഉണ്ടാവാം. സോ നമ്മൾ 2 to 5 ലോബ്സ് എന്താണ് ഈ ന്യൂട്രോഫിൽസിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഈ അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കൂ, ഈ സെല്ലില് ഈ 3 ലോബ്സ്, അതായത് ഈ വയലറ്റ് കളറേഷനിലുള്ള 3 ലോബ്സ് ഇവിടെ ഉണ്ട്. ആ 3 ലോബ്സിനും ഇടയ്ക്കൊരു കണക്ഷൻ ഉണ്ട്. ഇത് ന്യൂക്ലിയസ് ആണ്. ആ ഒരു വയലറ്റ് കളറേഷനിൽ നിങ്ങൾ കാണുന്നതാണ് ഈ ന്യൂട്രോഫിൽസിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ആ ന്യൂക്ലിയസിന്റെ ഇൻ ബിറ്റ്വീൻ കണക്ഷൻ ആണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ആ സ്ട്രാൻഡ് ഓഫ് ക്രോമാറ്റിൻ വെച്ചിട്ടാണ് ഈ ലോബ്സിനെ കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഫൈൻ ആണ്. ഫൈൻ ആയിട്ടുള്ള ഗ്രാനുവൽസ് ഉണ്ടാവും. പിന്നെ ഒരു പെയിൽ ലൈലാക് ഗ്രാനുവൽസ് ആണ്. ലൈലാക് ഗ്രാനുവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്, അതായത് സ്ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിനെയാണ് ലൈലാക് എന്ന് പറയുന്നത്. സോ പെയിൽ ലൈലാക് ഗ്രാനുവൽസ് ആണ്.
പിന്നെ ന്യൂട്രോഫിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ഫാഗോസൈറ്റ്. ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ഫാഗോസൈറ്റോസിസ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഫോറിൻ ബോഡി എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ആ ഫോറിൻ ബോഡി എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ന്യൂട്രോഫിൽസ് ആ ഫോറിൻ ബോഡീനെ എൻഗൾഫ് ചെയ്യും. എൻഗൾഫ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ ലൈക്ക് അതിനെ ഗ്രാനുവൽസ് ആയിട്ട് അതിനെ ഡെസ്ട്രോയ് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഈ ന്യൂട്രോഫിൽസ് ബാക്ടീരിയനെ ഡെസ്ട്രോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഡിഫൻസ് മെക്കാനിസം വഴി നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം കുറെ ലൈക്ക് എൻസൈംസ്, ഫോർ എക്സാമ്പിൾ ലൈസോസൈം, ഡിഫൻസിൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ഓക്സിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് H+, ഹൈഡ്രോക്ലോറൈഡ് ആനയോൺ, ഫ്രീ റാഡിക്കൽസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ പറയുന്നതാണ് ആ ബാക്ടീരിയൽ ഇതിനെ ഡെസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ദെൻ ന്യൂട്രോഫിൽസിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 2500 to 7000 ന്യൂട്രോഫിൽസ് ആണ് പെർ മൈക്രോലിറ്റർ ബ്ലഡിൽ ഉള്ളത്. ഇതാണ് നമ്മുടെ WBCയുടെ ഗ്രാനുലോസൈറ്റ്സിലെ ഫസ്റ്റ്, അതായത് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് WBC. സർ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്.